മെയ് 21 അനിയൻ്റെ കല്യാണം. ഇപ്പോൾ 10 ദിവസത്തോളമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇന്ന് ജൂൺ 1. അപ്പോൾ ഇന്ന് അവർ ഹണിമൂൺ ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളും കുമ്മനടിച്ച് അവർ കൂടെ ഇപ്പോൾ ഹണിമൂൺ ട്രിപ്പ് പോകാൻ പോവുകയാണ്. അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് പറയാം എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണെന്നൊക്കെ പറയാം. അപ്പോൾ ഹണിമൂൺ ട്രിപ്പ് ഒരു ദിവസത്തെ ഹണിമൂൺ ട്രിപ്പാണ്. അത് അടിച്ച് പൊളിക്കുക. അപ്പോൾ ഇനി തൊട്ട് അങ്ങോട്ട് വീഡിയോസ് എല്ലാം വരുന്നതാണ്, വ്ളോഗ് വരുന്നതാണ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗൈസ് പോകുന്ന വഴി നമുക്ക് നല്ല വിശപ്പടിച്ചു. ഇപ്പോൾ സമയം ഉച്ചയായി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കിളിപ്പാലത്തുള്ള ഹോട്ടൽ അന്നപൂർണ്ണയിലാണ്. നമ്മളിനിപ്പോൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. രണ്ടുപേരും നല്ല വിശപ്പടിച്ച് നിൽക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, നല്ല രീതിക്ക് ആക്റ്റീവായി. ഇനി നമ്മുടെ യാത്ര എന്ന് പറയുന്നത് പൂവാറിലോട്ടാണ്. നമ്മൾ പൂവാറിലൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. ഗൈസ് നമ്മളിപ്പം കായലോര റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ നെറ്റിൽ കണ്ടത് വെച്ചാണ് വന്നത്, പക്ഷേ നെറ്റിൽ കണ്ടതുപോലെ അല്ലായിരുന്നു ഇവിടെ വന്നപ്പം. എന്തായാലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടാണ്. റൂമൊക്കെ നല്ലതാണ്, AC റൂംസാണ്. പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്, പിന്നെ കിച്ചൺ അവർ ഒരു നേരത്തെ ഫുഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ ബോട്ടിംഗ് സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു റിസോർട്ടാണ് കായലോര റിസോർട്ട്. ഞങ്ങൾ മാക്സിമം എൻജോയ് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്രയൊക്കെ മതിയാകും. പിന്നെ സ്വിമ്മിംഗ് പൂളിലായി നമ്മൾ ആദ്യം ഇറങ്ങിയത്. അപ്പം സ്വിമ്മിംഗ് പൂളിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ വെയിലും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ എൻജോയ് ശ്രമിച്ചു. 8 മാസം ഗർഭിണിയായത് നോക്കാതെ തന്നെ അവളും നന്നായിട്ട് എൻജോയ് ചെയ്തു. എന്തായാലും ഈ സമയത്ത് കുറച്ചും കൂടെ ഒരു ഹാപ്പിനെസ് കിട്ടാൻ പറ്റിയ ഇതായിരുന്നു നമുക്ക് സ്വിമ്മിംഗ് പൂളിലെ ഓരോ നിമിഷങ്ങളും. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ 4 പേരും കുറച്ച് സമയം ഉണ്ടായിരുന്നു, ഒരു ഇരുട്ടുന്നവരെ മാത്രം, ഒരു 6:30 മണി വരെ മാത്രമേ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ എൻജോയ് ചെയ്തുള്ളൂ. എന്നാൽ പോലും നമ്മൾ മാക്സിമം പൂളിൽ എൻജോയ് ശ്രമിച്ചു. ഒരു ഗർഭിണി, 8 മാസമായ ഗർഭിണി സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്നു. ആ കൊച്ചെന്ത് പഴിച്ചാണെന്ന് പറഞ്ഞുകൂടാ. അവൾക്ക് വൈബാക്കണമെന്ന്, വൈബ്. അടുത്ത 2 പേര് നീന്തണം. ഗൈസ് ഇതാണ് നമ്മുടെ റൂം, സ്റ്റേ ചെയ്ത റൂം. നമ്മൾ 2nd ഫ്ലോറിൽ 2 റൂം അടുപ്പിച്ച് തന്നെ കിട്ടിയായിരുന്നു. എന്തായാലും റൂമൊക്കെ നല്ലതായിരുന്നു, നല്ല വൃത്തിയുള്ള ഹൈജീനിക്കായിട്ടുള്ള റൂമുകളായിരുന്നു. അത്യാവശ്യം നമ്മുടെ കൊടുത്ത പൈസയ്ക്ക് മുതലാവുന്ന റൂമുകളായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും കുളിച്ച് ഫ്രഷ് ആയി പുറത്തോട്ട് പോവുകയാണ്. രാത്രിത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാനാണ് പ്ലാൻ ചെയ്തത്. കാരണം രാത്രി ഇവിടെ ഫുഡില്ല, രാവിലെ മാത്രമേ ഉണ്ടെന്ന് പറഞ്ഞോളൂ. അതുകൊണ്ട് നമ്മൾ പുറത്തോട്ട് എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്ത് നമ്മളെന്തായാലും റെഡിയാവുകയാണ്. പുള്ളിക്കാർ റെഡിയായി, നമ്മൾ മുമ്പോട്ട് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. ഗൈസ് ഗുഡ് മോർണിംഗ്. നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് രാവിലെ 8 മണിയോടുകൂടി ബോട്ടിങ്ങിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ബോട്ടിലെല്ലാം കയറിയിട്ടുണ്ട്. ബോട്ട് അത്യാവശ്യം നല്ല ചെറിയൊരു ബോട്ടാണെങ്കിൽ പോലും നല്ല സൗകര്യമുള്ളൊരു ബോട്ടായിരുന്നു. ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ച് ഞങ്ങളിതാ വൈബ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ബോട്ടിങ് എനിക്ക് പണ്ട് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ബോട്ടിങ്ങിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ 2 ഭാര്യമാർക്കും ബോട്ടിങ് നല്ല പേടിയായിരുന്നു. പക്ഷേ അത് മുഖത്ത് കാണിക്കാതെ തന്നെ അവർ കടിച്ചു പിടിച്ചിരുന്നു. അപ്പം നമ്മൾ ബോട്ട് ഓട്ടിക്കുന്ന ചേട്ടനെ ഒരാളെ പിടിച്ച് ഇപ്പുറത്തോട്ടിരുത്തി വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പേടിച്ചാണ് 2 പേര് ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. നമ്മൾ നേരെ പോകുന്നത് പൊഴിയിലോട്ടാണ്. കായൽ കടന്ന് പൊഴിയിലോട്ട് പോകുന്നതാണ്. ഒരു 1.5 മണിക്കൂർ യാത്രയാണ്. എൻജോയ് ചെയ്യാം. ഗൈസ് നമ്മൾ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മുടെ കായലിലൂടെയാണ് നമ്മൾ യാത്ര ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ ബോട്ടിംഗ് ഇവിടുത്തെ പ്രത്യേകത. കാരണം ഇവിടെയുള്ള റിസോർട്ട് എല്ലാവരും മത്സരമാണ് ബോട്ടിങ്ങിന് വേണ്ടി. കാരണം ടൂറിസ്റ്റുകളെ എല്ലാവരും ആകർഷിക്കാൻ വേണ്ടി ബോട്ടിങ്ങാണ് കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം അത്രയ്ക്കുണ്ട് ഇവിടെ ബോട്ടിൽ പോകാൻ വേണ്ടി. 1.5 മണിക്കൂർ യാത്രയാണ് ബോട്ടിംഗ് എന്ന് പറയുന്നത്. ഈ ബോട്ടിംഗ് നേരെ പോകുന്നത് തന്നെ പൊഴിയിലോട്ടാണ്. പൊഴി മീൻസ് നമ്മളെ കടലിലോട്ട്, കടലിൻ്റെ കരയിൽ ഇവിടെ ഒന്ന് എൻഡ് ചെയ്യും. ഒരു ചെറിയ ദ്വീപ് പോലെയാണ് അവിടുത്തെ. കാരണം നെയ്യാർ ഡാമിൽ നിന്ന് വെള്ളം നിറയാൻ നേരത്ത് വെള്ളം തുറന്നു വിടുന്ന സമയത്ത് ഈ വെള്ളം കായലിൽ കൂടെ കടലിലോട്ട് പോകുന്നതാണ് പൊഴി എന്ന് പറയുന്നത്. വെള്ളം കൂടുന്ന സമയത്ത് ഇങ്ങനെ അവർ പൊഴി മുറിച്ച് വിടും. അപ്പോൾ നമ്മൾ കായൽ യാത്രയാണ് കാണുന്നത്. ഇനി അങ്ങോട്ടുള്ള യാത്ര നമുക്ക് കാണാം.
പൂവാറിൽ നിന്നും ചെറിയ കരകളിൽ നിന്നൊക്കെ വന്ന് നെയ്യാറിലോട്ടാണ് ആദ്യം കയറുന്നത്. നല്ല വിസ്തീർണത്തോടെ ഒഴുകുന്ന നെയ്യാർ. ഗൈസ് ഗുഡ് മോർണിംഗ്. നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് രാവിലെ 8 മണിയോടുകൂടി ബോട്ടിങ്ങിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ബോട്ടിലെല്ലാം കയറിയിട്ടുണ്ട്. ബോട്ട് അത്യാവശ്യം നല്ല ചെറിയൊരു ബോട്ടാണെങ്കിൽ പോലും നല്ല സൗകര്യമുള്ളൊരു ബോട്ടായിരുന്നു. ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ച് ഞങ്ങളിതാ വൈബ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ബോട്ടിങ് എനിക്ക് പണ്ട് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ബോട്ടിങ്ങിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ 2 ഭാര്യമാർക്കും ബോട്ടിങ് നല്ല പേടിയായിരുന്നു. പക്ഷേ അത് മുഖത്ത് കാണിക്കാതെ തന്നെ അവർ കടിച്ചു പിടിച്ചിരുന്നു. അപ്പം നമ്മൾ ബോട്ട് ഓട്ടിക്കുന്ന ചേട്ടൻ ഒരാളെ പിടിച്ച് ഇപ്പുറത്തോട്ടിരുത്തി വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പേടിച്ചാണ് 2 പേര് ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. നമ്മൾ നേരെ പോകുന്നത് പൊഴിയിലോട്ടാണ്. കായൽ കടന്ന് പൊഴിയിലോട്ട് പോകുന്നതാണ്. ഒരു 1.5 മണിക്കൂർ യാത്രയാണ്. എൻജോയ് ചെയ്യാം. ഗൈസ് നമ്മൾ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മുടെ കായലിലൂടെയാണ് നമ്മൾ യാത്ര ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ ബോട്ടിങ് ഇവിടുത്തെ പ്രത്യേകത. കാരണം ഇവിടെയുള്ള റിസോർട്ട് എല്ലാവരും മത്സരമാണ് ബോട്ടിങ്ങിന് വേണ്ടി. കാരണം ടൂറിസ്റ്റുകളെ എല്ലാവരും ആകർഷിക്കാൻ വേണ്ടി ബോട്ടിങ്ങാണ് കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം അത്രയ്ക്കുണ്ട് ഇവിടെ ബോട്ടിൽ പോകാൻ വേണ്ടി. 1.5 മണിക്കൂർ യാത്രയാണ് ബോട്ടിംഗ് എന്ന് പറയുന്നത്. ഈ ബോട്ടിംഗ് നേരെ പോകുന്നത് തന്നെ പൊഴിയിലോട്ടാണ്. പൊഴി മീൻസ് നമ്മളെ കടലിലോട്ട്, കടലിൻ്റെ കരയിൽ ഇവിടെ ഒന്ന് എൻഡ് ചെയ്യും. ഒരു ചെറിയ ദ്വീപ് പോലെയാണ് അവിടുത്തെ. കാരണം നെയ്യാർ ഡാമിൽ നിന്ന് വെള്ളം നിറയാൻ നേരത്ത് വെള്ളം തുറന്നു വിടുന്ന സമയത്ത് ഈ വെള്ളം കായലിൽ കൂടെ കടലിലോട്ട് പോകുന്നതാണ് പൊഴി എന്ന് പറയുന്നത്. വെള്ളം കൂടുന്ന സമയത്ത് ഇങ്ങനെ അവർ പൊഴി മുറിച്ച് വിടും. അപ്പോൾ നമ്മൾ കായൽ യാത്രയാണ് കാണുന്നത്. ഇനി അങ്ങോട്ടുള്ള യാത്ര നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ നെയ്യാറ്. നമ്മളെ പൂവാറിൽ നിന്നും ചെറിയ കരകളിൽ നിന്നൊക്കെ വന്ന് നെയ്യാറിലോട്ടാണ് ആദ്യം കയറുന്നത്. നല്ല വിസ്തീർണത്തോടെ ഒഴുകുന്ന നെയ്യാർ.
ഗൈസ്, ഇതാണ് പൂവാർ കടൽ. ഇത് കാണുന്നത് കായൽ. നെയ്യാർ ഡാം നിറഞ്ഞ് വെള്ളം പൊങ്ങുന്ന സമയത്ത് ഈ പൊഴി മുറിച്ച് അവിടെ നിന്നുള്ള അധിക ജലം കടലിലോട്ട് വിടും. ഈ പൊഴി മുറിച്ചാണ് വിടുന്നത്. ഇപ്പോഴും വെള്ളം തിരയടിക്കുമ്പം വെള്ളം ഇങ്ങ് കയറുന്നുണ്ട്. ഇത് നമ്മൾ വന്ന കായൽ, ബോട്ടിങ് ചെയ്ത് വന്ന കായൽ, തൊട്ട് ചേർന്ന് തന്നെ കടൽ. കടലിപ്പോൾ റഫായതുകൊണ്ട് തന്നെ ഡേഞ്ചർ സോണാണ്. എല്ലായിടം അവർ കയറുകൊണ്ട് കെട്ടി അവർ നിയന്ത്രിക്കുന്നുണ്ട്, ലൈഫ് ഗാർഡ്സ്. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഒരുപാട് കടകൾ കാണാം. നല്ല തിരക്കുമുണ്ട് ഈ സമയത്ത്. രാവിലെ തന്നെ നല്ല തിരക്കാണ്. ഇവിടെ തന്നെ ഈ ഒരു ചെറിയ ദ്വീപിൽ തന്നെ കുതിര സവാരി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒട്ടക സവാരി എല്ലാം ഉണ്ട്. എന്തുകൊണ്ടും ചെറിയൊരു ടൂർ പാക്കേജിന് പറ്റിയ എല്ലാം പൂവാറിലുണ്ട്. അതാണ് പൂവാറിൻ്റെ പ്രത്യേകത. ഈ കായലും കടലും ഒരുമിച്ച് കിടക്കുന്നതും. ഇവിടെ വന്ന് ഇപ്പം നല്ല വെയിലുണ്ട്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല വൈബായിരിക്കും. ഞങ്ങളൊരു ഫോട്ടോ എടുത്തായിരുന്നു. ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. 2 മിനിറ്റത്തിന് ഫോട്ടോ കിട്ടി. സാഹസികമായിട്ട് പേടിയുള്ള ഒരാൾ കുതിരപ്പുറത്ത് കയറാൻ വേണ്ടി ഇതിൻ്റെ ചെറുതായിട്ട് പേടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല, കയറാം. उधर में बैठो. बाहुबली बाहुबली बाहुबली. क्या उधर लेके കരയുന്നുണ്ട്. കരയുന്നുണ്ടോ ചിരിക്കുന്നുണ്ടോ മറിച്ച് വീഴുമെന്നുള്ള പേടി. എന്തായാലും പോയിട്ട് വാ. പാവം കുതിര. ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു കുതിരപ്പുറത്തിരിക്കുന്നത്. അതുകൊണ്ട് കുതിരപ്പുറത്തിരിക്കുന്ന ഫോട്ടോ എടുത്ത് രണ്ടുപേരും കുതിരപ്പുറത്ത് വരുന്നു. ഗൈസ്, നമ്മളിതാ വീണ്ടും കരയിൽ നിന്ന് വീണ്ടും ബോട്ടിലോട്ട് കയറിയിട്ടുണ്ട്. 20 മിനിറ്റ് സമയമാണ് നമുക്കവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 20 മിനിറ്റ് സമയത്തിനുള്ളിൽ നമ്മൾ തിരിച്ചു കയറണം. പൂവാറിൻ്റെ പ്രത്യേകത എന്തായാലും ബോട്ടിംഗ് തന്നെയാണ്. ബോട്ടിംഗ് ആസ്വദിച്ചാലേ പൂവാറ് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ല നല്ല സ്ഥലങ്ങളായിരുന്നു. നല്ല രീതിക്കുള്ള കായൽ വൈബ് അടിപൊളിയാണ്. പിന്നെ ഈ കടലിലോട്ട് വരുമ്പോഴും അവിടുത്തെ ഒരു പ്രത്യേകത, കായലും കടലും ഒരുമിച്ച് കിടക്കുന്ന പ്രത്യേകതയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പൂവാറ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബോട്ടിംഗ് ആസ്വദിക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുക. നമ്മൾ തിരിച്ച് റൂമിലോട്ട് എത്തുന്നതാണ്. അങ്ങോട്ട് പോയ സമയം 1.5 മണിക്കൂറാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തിരിച്ചെത്തി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.